ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹീസുവിൻ്റെ അടുത്ത് ആ ഒരു തോക്കുമായി എത്തുന്നത് മറ്റാരും ആയിരിക്കും, നമ്മുടെ ഹോസും ആയിരിക്കും. ടീച്ചറാ ഇവളെന്താ ഇവിടെയെന്ന് ഇവൻ ചിന്തിക്കുന്ന ടൈമിൽ ക്യാപ്പ് മാറ്റ്, മാസ്ക് മാറ്റ്, അല്ലെങ്കിൽ ഇത് കളിത്തോക്കുമൊന്നുമല്ല ഉണ്ട പൊട്ടിക്കുന്നു പറയുന്ന ടൈമിലാണ് ഇവൻ ഒന്നും ഇവളെ ശ്രദ്ധിക്കുന്നതും. ഇവളുടെ ഈ സൈഡിലായിട്ടൊരു ബാഡ്ജ് കാണുന്നുണ്ടായിരിക്കും, അതായത് പെട്രോളിങ്ങിന് ഇറങ്ങുന്നൊരു ടീം ഉണ്ടായിരിക്കും, അതാണ് ഇവള്. അതായത് ഇത് കളിത്തോക്കാണെന്ന് മനസ്സിലാക്കുന്ന ഇവനാണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് ഓടുന്നതും പിന്നാലെ ഭയങ്കര ഫാസ്റ്റിൽ തന്നെ ഇവൾ ഓടുന്നുണ്ട്. ഇവനാണെങ്കിലും ഇത് എന്ത് ഫാസ്റ്റാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രാക്ക് ടീമിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും സെക്യൂരിറ്റിക്കാരനുമായിട്ട് ഇവൾ കൂട്ടിമുട്ടുന്ന ടൈമിൽ ഇവൻ കഷ്ടിച്ച് അങ്ങ് രക്ഷപ്പെടുന്നുണ്ട്. പിന്നീട് സാറിനെ വിളിച്ചിട്ട് ഇവളെന്താ വലിയ മെഷീൻ എങ്ങാനാണ്, എന്ത് ഫാസ്റ്റിൽ ഓടിയെന്നറിയോ, എന്തായാലും കാര്യം ചീറ്റിപ്പോയി എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവളാണെങ്കിൽ വിഷമത്തിൽ ഇത് അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, മോള് ഞാൻ ശ്രദ്ധിക്കണം, അവിടെ ഇങ്ങനെ ആളുകളൊക്കെ വരാറുള്ളതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നതും അങ്ങനെ ഇവള് വീട്ടിലേക്ക് കയറുന്നുണ്ട്. തൊട്ട് പിന്നാലെ വരുന്ന ഹീസു ആണെങ്കിലും ഇവളുടെ നെയ്ബർ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇവർ പരസ്പരം കണ്ടിട്ടില്ല. പിറ്റേ ദിവസം ഈ ഓൾഡ് ഹൗസിലേക്ക് വരുന്ന ചെയർവുമനോട് സെക്രട്ടറി പറയുന്നുണ്ട്, ഇന്നലെ വീണ്ടും ഒരാൾ അതിക്രമിച്ച് കയറിയിരുന്നു, അപ്പോൾ ഒരു ടീച്ചറാണ് കണ്ടത്, ആൾ വ്യക്തമായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റ് വിറ്റ്നസ് ഉണ്ടോയെന്ന് തപ്പാനാണ് ചെയർവുമൻ അവിടെ പറയുന്നത്. അതായത് ഈ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകാറുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ. പിന്നീട് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഹീസു ആണെങ്കിൽ കിടന്നുറങ്ങുന്നതും അവിടേക്ക് വരുന്ന ഈ പാർക്ക് ഉണ്ടല്ലോ, ഇവൻ ആൾ കുറച്ച് പെശകാണ് കേട്ടോ, ഭയങ്കര ബുള്ളിയൊക്കെ ചെയ്യുന്ന പയ്യനാണ്. ഇവനാണെങ്കിൽ ട്രാൻസ്ഫറായി വന്ന പയ്യനൊരു പുതിയ പണി തരാം, ഈ ഗെയിം ഉണ്ടല്ലോ കളിച്ചിട്ട് അങ്ങ് വിജയിക്കുന്നില്ല, മാക്സിമം ലെവൽ എത്തിച്ച് തരണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഗെയിമൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഹീസുവിനോട് ഇങ്ങനെയൊക്കെയല്ലേ അങ്ങ് പഠിക്കുന്നതെന്ന് ഇവർ പറയുന്നത് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവൻ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന ഈ സ്പെക്സുകാരനാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഈ കളി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോൾ നീ എന്തിനതൊക്കെ അപ്പം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച് ഇവനങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. വേണ്ടെങ്കിൽ വേണ്ടാന്ന് സ്പെക്സുകാരൻ പറയുന്നതും ഇതൊക്കെ അനിയത്തി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഹീസു ആണെങ്കിൽ ഇവൻ്റെ ആ ലേഡി സ്റ്റാഫിനെ വിളിച്ചിട്ട് ഈ ഗെയിം അറിയോ, എന്തെങ്കിലും വഴിയുണ്ടോ പഠിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഇത് കേസ് അന്വേഷിക്കുന്ന NIC ആണ്, അല്ലാതെ ഗെയിം സ്റ്റോർ ഒന്നുമല്ല, നിങ്ങൾ കുറച്ച് അതിര് കടക്കുന്നുണ്ടെന്ന് പറയുന്ന സ്റ്റാഫിനോട് അത് കൊള്ളാം, ഇതും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നതും ഇവള് കോള് കട്ട് ചെയ്യുന്ന ടൈമിൽ ദേഷ്യം വന്നിരിക്കുന്ന ഹീസുവിൻ്റെ അടുത്തേക്ക് വരുന്ന സിസ്റ്റർ ആണെങ്കിൽ അതെ നേരത്തെ ഒരുത്തും വന്നില്ലേ, അവൻ്റെ പേര് പാർക്കെന്ന, അവനായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട, മാക്സിമം ഒഴിഞ്ഞു മാറി നടക്കണം എന്നൊക്കെ പറയുന്നതും എന്തിനെന്ന് ചോദിക്കുമ്പോൾ അവൻ അത്യാവശ്യം ബുള്ളി ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവന് എല്ലാവർക്കും പേടിയ, കാരണം പുതിയ ഇലക്ഷനിൽ അസംബ്ലിമാനായിട്ട് ഇവൻ്റെ അച്ഛൻ മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവൻ ഇത്തിരി പേടിയാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ സ്റ്റുഡൻസ് കൗൺസിലിൽ ആളുണ്ട്, ദേ അറിയാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനും അതിലൊരു മെമ്പറാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നീ അതിലൊരു മെമ്പറാണോ എന്നാണ് കേട്ടോ ചേട്ടൻ അവിടെ ചോദിക്കുന്നത്. എന്തേ ആയിക്കോടെ എന്ന് ചോദിക്കുന്ന അനിയത്തിയോട്, അല്ല ഞാൻ കേട്ടത് ആ ഒരു കൗൺസിലിൽ അങ്ങനെ പെട്ടെന്നൊന്നും മെമ്പർ ആവാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെയാണല്ലോ. ഞാൻ വിചാരിച്ച പോലെയല്ല, നീ ഭയങ്കര ഇംപ്രസീവ് ആണെന്നൊക്കെ പറയുന്നതും അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്ന അനിയത്തിയാണെങ്കിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു പ്രശ്നത്തിലും കയറി ഇടപെടരുതെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നാറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതേ ടൈമിൽ പാവം ഹോസൂന് ഈ വയസ്സിയാണെങ്കിൽ ഒരുപാട് പണിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വർക്ക് ഞാൻ തന്നെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ താല്പര്യമില്ലാതെ കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ടീച്ചറുടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ ഇടട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ കുഴപ്പമില്ല, എനിക്ക് ഈ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവൾ കഷ്ടപ്പെട്ടിട്ട് ജോലി എടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇവൾ അത്യാവശ്യം തന്നെ ഇയാൾ മുതലെടുക്കുന്നുണ്ട്. ചെയർവുമണിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ ഒരു വിറ്റ്നസിനെ പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ വന്ന ആൾ പഠിച്ചൊരു കളനാണ്, കാരണം ഈ വീഡിയോ ജാമാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെയർവുമൺ ആണെങ്കിലും കുഴപ്പമില്ല, അയാൾ വീണ്ടും തിരിച്ചു വരും, എനിക്കറിയാലോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാമെന്നാണ് അവിടെ പറയുന്നത്. ഹോസു ആണെങ്കിലും ഇവളുടെ ടീച്ചർ ഫ്രണ്ടിനോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്, ഈ വർക്ക് പ്ലേസിൽ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കൂലേ, ഇത് ഡിസ്ക്രിമിനേഷൻ ആണോ ബുള്ളിങ് ആണോ എനിക്കറിയത്തില്ല എന്ന് പറയുന്നത് ഇവളോട് റിയ പറയുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഫുൾ ടൈം ജോലിക്കാരിയല്ലല്ലോ, കോൺട്രാക്ട് ബേസിലല്ലേ, അത് കാരണമാണ്. പിന്നെ ഈ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ വിഗ് കേസ് അതിലാൾക്ക് ഇത്തിരി ദേഷ്യം പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും എന്നാലും അലവലാതി എന്തിനാണാവോ ആ ബേസ്മെൻറ്റിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുന്ന ടൈമിൽ റിയ ആണെങ്കിൽ അത് നിനക്കറിയില്ല, 3 വർഷം മുന്നേ ആ ബേസ്മെൻറ്റിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും എന്താണെന്ന് ഇവൾ ചോദിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വൈസ് പ്രിൻസിപ്പൾ എത്തുന്നുണ്ട്. ഇയാളെ പെട്ടെന്ന് കാണുമ്പോൾ ഇവളാകെ ഷോക്കാകുന്നതും ഇവളുടെ കയ്യിലുള്ള കോഫി ആളുടെ മേത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ക്ലാസ്സിലേക്ക് എത്തുന്ന ഹോസു ആണെങ്കിൽ സ്പെക്സുകാരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ബുള്ളി ചെയ്യുന്ന പാർക്കുണ്ടല്ലോ അവൻ പറയുന്നുണ്ട് നേരത്തെ വീട്ടിലേക്ക് പോയി വയ്യാന്നൊക്കെ പറഞ്ഞു എന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്നോട് പറഞ്ഞേൽപ്പിക്കാനാ പറഞ്ഞെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഹീസുവിന് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട്, കാരണം പാർക്ക് അത്ര ശരിയല്ലല്ലോ. ക്ലാസ് കഴിഞ്ഞ് ഈ ടീച്ചറാണെങ്കിൽ ഈ പയ്യനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല കേട്ടോ. ഇതേ ടൈമിൽ ഗെയിം കളിച്ചിട്ട് മാക്സിമം ലെവലിൽ എത്തിക്കണല്ലോ. ഹീസു ആണെങ്കിൽ തോൽക്കുന്നതും അവൻ്റെ നമ്പർ ഇല്ല എന്നൊന്ന് വിളിച്ചു ചോദിക്കായിരുന്നു, ഇതിപ്പോൾ ഭയങ്കര ടെൻഷൻ ആയല്ലോ എന്നൊക്കെ പറയുന്നത്
പറയുന്ന ടൈമിലാണ് ഈ ചെയർവുമണിൻ്റെ സെക്രട്ടറി ആ ഹോൾഡ് ഹൗസിലേക്ക് പോകുന്നത് ഇവൻ കാണുന്നതും പിന്നാലെ തന്നെ ഇവൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന സെക്രട്ടറി ആണെങ്കിലും അല്ല മോനെ നീ എന്താ ഇവിടെ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതും ആ ഹോൾഡ് ഹൗസ് ഇവിടെ ഉള്ള കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കണമെന്ന് അറിയൂ. ഇന്നലെ തന്നെ ഒരാൾ ഇവിടെ അതിക്രമിച്ച് കയറി എന്നൊക്കെ പറയുന്ന ഈ സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ ഈറടി കാണിച്ചു കൂട്ടിലൊക്കെ കണ്ട അവിടെ എന്തോ നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആക്രാന്തൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ശരിയാ ഞാനിനി പോകത്തില്ല എന്നൊക്കെ നല്ല അനുസരണയോട് പറയുന്ന ഹീസു ആണെങ്കിൽ പിന്നീട് സാറിനെ വിളിക്കുന്നതും ആ ബേസ്മെൻറ്റിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് അത് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീനിയർ ആണെങ്കിലും മുന്നേയും ഈ സ്കൂളിൽ ഈ ഒരു ഓൾഡ് ഹൗസിലേക്ക് ആളുകൾ ഇങ്ങനെ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് കെയർ ചെയ്യും, നീ നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഇവനാണെങ്കിലും ആ ടൈമിലാണ് വേസ്റ്റ് ബിന്നിൽ ഒരു അനക്കം ശ്രദ്ധിക്കുന്നത്. നോക്കുന്ന ടൈമിലെ സ്പെക്സുകാരൻ കൈയൊക്കെ കെട്ടിയിട്ട് അതിൽ കിടക്കുകയായിരിക്കും കേട്ടോ. ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അല്ല നിനക്ക് അവരോട് ചൂടായിക്കോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് അങ്ങനെയൊന്നും കഴിയില്ല, കാരണം ഞാൻ ഒരു ഓർഫണാണ്, അച്ഛനും അമ്മയും ഇല്ല, ഒരു വയ്യാത്ത മുത്തശ്ശിയുടെ കൂടിയാണ് താമസിക്കുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതും ഇത് ടീച്ചറോട് പറയേണ്ടെന്ന് ഈ സ്പെക്സുകാരൻ പറയുമ്പോൾ ഇവനാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് അങ്ങോട്ട് ഹോസ് വരുന്നതും അല്ല എന്താ നിൻ്റെ മേത്ത് അഴുക്ക്, നീ എവിടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ ക്ലീൻ ചെയ്യായിരുന്നു എന്നൊക്കെ പറയുന്നതും നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുന്നുണ്ട്. ഹീസു നൈസായിട്ട് സ്കൂട്ടാകാൻ ശ്രമിക്കുമ്പോൾ മോൻ അവിടെ നിൽക്ക്, കുറച്ചങ്ങ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെ പാർക്ക് കാണുന്നുണ്ട്. പിന്നീട് ഓസു ആണെങ്കിൽ ഹീസുവിന് മുന്നിൽ പിടിച്ചിരുത്തി ഇങ്ങനെ നോക്കുകയാണ്. ഇത് കാണുന്ന ഇവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. തലേ ദിവസം രണ്ടുപേരും ഇതുപോലെ കണ്ടതാണല്ലോ. ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്ന ടൈമിൽ സത്യം പറ നീയല്ലേ അവനെ ബുള്ളി ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അതായിരുന്നു മനുഷ്യൻ ടെൻഷൻ അടിച്ചു പോയി എന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ എനിക്ക് അപ്പോഴേ തോന്നി ഇതൊക്കെ അങ്ങനെ വരത്തുള്ളൂ എന്ന്, ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്യായിരുന്നു, അവൻ്റെ മേത്ത് എന്താ അഴുക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും ആ ടൈമിലാണ് ഇവൾക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഇവളെ നൈസായിട്ട് ഇവൻ്റെ മുഖം അങ്ങനെ കവർ ചെയ്യാൻ നോക്കുകയാണ്, അതായത് കണ്ണ് മാത്രം കാണാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന ഇവനാണെങ്കിൽ അയ്യേ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എണീക്കുന്നതും ഇവളിങ്ങനെ ക്ലോസ് ആയിട്ട് വരുന്ന ടൈമിൽ ഇവൻ ജസ്റ്റ് മാറുമ്പോൾ ഇവളാണെങ്കിൽ അവിടെ കമിഴ് നടിച്ചു വീഴുന്നുണ്ട്. ഇവളാണെങ്കിൽ ചൂടായിട്ട് ഈ ചെക്കൻ ഇത് എന്തുവാ കാണിക്കുന്നത്, ഞാനിങ്ങനെ വരുന്ന ടൈമിൽ നീ എന്തിനാണ് അങ്ങനെ മാറി നിൽക്കുന്നത്, എനിക്ക് എന്താ വല്ല വൈറസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സോറി മിസ്, അത് പിന്നെ പെട്ടെന്ന് റിഫ്ലെക്സ് പ്രവർത്തനം നടന്നതെന്നൊക്കെ പറയുമ്പോൾ എന്ത് തേങ്ങയായാലും എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്, ഞാൻ നിന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്ന് വിടുന്നത്. ഇതേ ടൈമിൽ ഓഫീസിലുള്ള ലേഡി സ്റ്റാഫ് എന്തോ ഒരു ന്യൂസ് കാണുന്നതും അത് ഈ സീനിയറിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ചെയർ വുമൺ പുതിയ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രൊജക്റ്റ് ലാർജ് സ്കെയിലിൽ കൊണ്ടുവരുന്നുണ്ട്, അത് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നതും ഇതിനാവശ്യമായിട്ടുള്ള തുക $800 ആണെന്ന് അവിടെ പറയുന്ന ടൈമിൽ ഹ്യുന്നാണെങ്കിലും സാറേ ആ ഗോൾഡ് കട്ടകളുടെ വില $800 ആണെന്നല്ലേ സാറ് പറഞ്ഞത്, ഇപ്പം എനിക്ക് കുറച്ച് ഡൗട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നതും ഈ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ സ്വന്തം പൈസയാണെന്ന വിചാരം അത് ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്തതാണ്, എന്നിട്ടാണ് ആളതെടുത്ത് ചിലവാക്കുന്നതെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഈ ചെയർവുമൺ ആണെങ്കിൽ ആ ഒരു സ്കൂളിലെ തന്നെ വൈസ് പ്രിൻസിപ്പലിനെയും അങ്ങനെ ഉന്നത ഓഫീസേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തുന്നതും നമ്മുടെ പിള്ളേര് ഈ ഓൺലൈനായിട്ട് ചൂതാട്ടം നന്നായി കളിക്കുന്നുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വൈസ് പ്രിൻസിപ്പൽ ആണെങ്കിൽ നമ്മുടെ പിള്ളേർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഞാൻ നന്നായി തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ചെയർവുമണിൻ്റെ സെക്രട്ടറി ആണെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ആ ഒരു ഗെയിം കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അല്ല അത് പിന്നെ ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചെയർവുമൺ ആണെങ്കിൽ അറിയാലോ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് അത് ആരംഭിക്കാൻ പോവാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം നമ്മുടെ സ്കൂളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല, അത് നമ്മുടെ റെപ്യൂട്ടേഷനെ തകർക്കും എന്നൊക്കെ പറയുമ്പോൾ വൈസ് പ്രിൻസിപ്പൽ ആണെങ്കിൽ അതെനിക്ക് അറിയാലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് അവിടെ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഈ സ്റ്റുഡൻസ് കൗൺസിലിങ്ങിന്റെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇതിലാണ് ഹീസുവിന്റെ അനിയത്തി ഉണ്ടായിരിക്കുക കേട്ടോ. സ്കൂളിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവരാണ് കേട്ടോ അതൊക്കെ ആലോചിക്കുന്നത്. ടീച്ചേഴ്സ് ഇവർക്കാണ് ആ ഒരു അധികാരമൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും അങ്ങോട്ട് ദേഷ്യത്തിൽ പാർക്ക് വരുന്നതും ഇവൻ ഇതിലൊരു മെമ്പറാണെന്ന് നേരത്തെ അനിയത്തി ഹീസുവിനോട് പറഞ്ഞല്ലോ. ആ ട്രാൻസ്ഫർ ആയിട്ട് വന്ന സ്റ്റുഡന്റ് അവൻ വല്ലാത്ത തൊന്തരവാന്നൊക്കെ പറയുമ്പോൾ യുജോങ് ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. ഇവന്റെ സിസ്റ്ററുടെ പേര് യുജോങ് എന്നാണ്. എന്താണ് എന്ത് പറ്റിയെന്ന് അവിടെ ഒരു ബോയ് ചോദിക്കുന്ന ടൈമിൽ ആ സ്പെക്സുകാരനെ ഞാൻ അടിച്ചു പൂട്ടിയിട്ട് ആ വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവൻ വന്നങ്ങ് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഈ ബോയ് ചിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റെല്ലാവർക്കും അതൊരു തമാശയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ യുജോങ് ആണെങ്കിലും ഈ ചെയ്തത് വളരെ മോശമായി, എന്തൊക്കെ പറഞ്ഞാലും ബുള്ളിങ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന പാർക്കിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അല്ല ആരെ ഈ പറയുന്നേ, നീ പറയണത് ഞാൻ കേൾക്കുന്നാണ് വിചാരിച്ചത്, ഈ സ്റ്റുഡൻസ് കൗൺസിലിങ്ങിൽ ഒരു മെമ്പറായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് നീ വലിയ ആളൊന്നല്ല, ഒരു ഔട്ടർ കാസ്റ്റാണ്, പിന്നെ ഈ ഏന പറഞ്ഞതുകൊണ്ട് മാത്രം നീ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നതും മറ്റൊരു ബോയ് ആണെങ്കിൽ മതി നിർത്തുന്നു പറയുമ്പോൾ അല്ല പിന്നെ കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഒരു ഔട്ടർ കാസ്റ്റ് ആയിരുന്നു, ശരിക്കും പറഞ്ഞ ആ സ്പെക്സുകാരനോട് നീ നന്ദി പറയാ വേണ്ടത്, അവനില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്റെ മേത്തായിരിക്കും ഇതൊക്കെ എടുക്കാന്ന് പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന യനയാണെങ്കിൽ മതി നിർത്തി, എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്, ഇതിപ്പോൾ ആവശ്യത്തിൽ കൂടുതലായി എന്ന് പറയുന്ന യനയാണെങ്കിൽ പാർക്കിനോട് യുജോങ്ങിനോട് സോറി പറയുന്നു.
പറയാനാണ് പറയുന്നത്. അപ്പോൾ ഇവൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിൻ്റെ അച്ഛൻ പുതിയ ഇലക്ഷന് മത്സരിക്കാൻ പോവുകയല്ലേ, ഇന്നലെ കൂടി അതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടു, ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നിൻ്റെ അച്ഛൻ അതൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇവിടെ നൈസായിട്ടൊന്ന് പേടിപ്പിക്കുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ പാർക്ക് സിസ്റ്ററോട് സോറി പറയുന്നുണ്ട്. അതിനുശേഷം ദേഷ്യത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. യുജോങ് ആണെങ്കിലോ യനയോട് താങ്ക്സ് പറയുന്ന ടൈമിൽ യനയാണെങ്കിൽ ഇന്ന് നീ സംസാരിച്ചു, പക്ഷേ നാളെ മുതൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട, നിന്നെപ്പോലുള്ള ഒരാൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നതും ഇവള് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊക്കെയാണ് പറയുന്നതെങ്കിലും എന്തോ ചെറിയൊരു വശപിശക് നമുക്ക് അവിടെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ യുജോങ് ആണെങ്കിലും സോറി ഇനി മുതൽ ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതായത് അനിയത്തി ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നീട് ചെയർവുമണിൻ്റെ അടുത്തെത്തുന്ന സെക്രട്ടറി ആണെങ്കിൽ 11th ഗ്രേഡിലെ പിള്ളേരുടെ മാർക്കൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നേരത്തെ ഈ ലേഡി സ്റ്റാഫും പറഞ്ഞിരുന്നു, അതായത് ഇവർ പഠിപ്പിനനുസരിച്ച് 1% മുകളിലെത്തുന്ന ആളുകളെയാണ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ നന്നായി പഠിക്കുന്ന 3-4 കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഈ സെക്രട്ടറി ആണെങ്കിൽ ഇപ്പം തന്നെ ഈ കുട്ടികൾക്കിടയിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് 90 എബവ് ഉള്ളവരെ എടുക്കാണ്ട് അതിലും മുകളിലുള്ള 3-4 പേരെ മാത്രമേ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു അവസരം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതും ഈ ചെയർവുമൺ ആണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് കുറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ അവിടെ സെക്രട്ടറിയോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലഞ്ച് ബ്രേക്കിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഹീസു ആണെങ്കിൽ സ്പെക്സുകാരനോട് നീ പോകുന്നില്ലെന്ന് ചോദിക്കുന്നത്, ഒറ്റയ്ക്കിരുന്ന് കഴിക്കണം, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ എന്നാ വേണ്ടെന്ന് പറഞ്ഞ് ഹീസു അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തോ ഇവനെ കാണുമ്പോൾ ഇത്തിരി വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ കിടക്കുന്നതും ഇത് കാണുന്ന ഈ സ്പെക്സുകാരന് ഹാപ്പി ആകുന്നുണ്ട്. ഇവനാണെങ്കിൽ അല്ല നീ ഇന്നലെ ഒരു ഓൾഡ് ഹൗസിനെ പറ്റി ചോദിച്ചില്ലേ, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കട കൊച്ചു ചെറുക്കാന്ന് പറയുന്ന ഹീസുവിനോട് നീയും ഞാനും ഒരേ ഏജ് തന്നെയാണെന്ന് ഇവൻ പറയുന്നതും അല്ല ഓൾഡ് ഹൗസിനെ പറ്റിയിട്ട് എനിക്കൊരു രഹസ്യം അറിയാമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ എന്ത് രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ വരികയാണെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അതിനെന്താ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കഫ്റ്റീരിയയിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. എന്ത് സീക്രട്ടാണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ നീ ആദ്യം ഫുഡ് കഴിക്കുമെന്ന് പറയുന്ന സ്പെക്സുകാരനോട് ഫുഡൊക്കെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇവൻ്റെ ഫുഡ് കൂടി ഇവൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യമാണ്. ഓൾഡ് ഹൗസിൽ ബേസ്മെൻറ്റിൽ ഒരു ബാലറ്റ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ ഗേൾസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നതും ഒരു ദിവസം നന്നായി തന്നെ ഡാൻസ് കളിക്കുന്ന കുട്ടിയെ മറ്റു കുട്ടികളൊക്കെ ചേർന്ന് ബുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇവൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും, അതായത് ഈ പെൺകുട്ടികൾ ബുള്ളി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതിനുശേഷം ഇവളുടെ കാലുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവൾ സങ്കടത്തിലിരിക്കുന്നതും പിന്നീട് ഇവൾക്ക് ഒരിക്കലും ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നറിയുമ്പോൾ ഇവൾ അവിടെ തൂങ്ങി മരിക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഈ ബുള്ളി ഗേൾസ് ആണെങ്കിൽ ഇത് കാണുന്നതും ഷോക്കായിട്ട് ഈ മൃതദേഹം അവിടെ തന്നെ അവർ കുഴിച്ചുമൂടി. ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. കണ്ട ആളുകളുണ്ട്. ഒരു ദിവസം സെക്യൂരിറ്റി വന്ന് നോക്കുമ്പോൾ ആരവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുന്നതും ഈ പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റത്തില്ല സാറേ, എനിക്ക് കാലുകളില്ല എന്ന് പറഞ്ഞിട്ട് ഈ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ കഥയൊക്കെ പറഞ്ഞ് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ അയ്യേ ഇതൊക്കെ നീ വിശ്വസിച്ചിരിക്കുകയാണോ, ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതും ബെസ്റ്റ് ഇവൻ്റെ കാലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവൻ അത്യാവശ്യം തന്നെ നന്നായി പേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്പെക്സുകാരനാണെങ്കിലും എനിക്കറിയാൻ താൻ വിശ്വസിക്കത്തില്ല എന്ന്, പക്ഷെ കണ്ട ആളുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീസു ഒന്ന് ഷോക്കാകുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ദിവസം ഹോൾഡ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോയിരുന്നു, വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന ടൈമിൽ അണ്ടർഗ്രൗണ്ടിൽ നിന്നും ഒരു പെൺകുട്ടി മുകളിലേക്ക് കയറി വരുന്നതാണ് ഇവൻ കാണുന്നത് കേട്ടോ. ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട്. അതുമാത്രമല്ല ഈ സ്പെക്സുകാരനാണെങ്കിൽ ഓടുന്ന ടൈമിൽ പെട്ടെന്ന് ആ വീഡിയോയിൽ ഒരു ഡോറ് കാണുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേകതരം ലോക്കാണ് ഇവൻ ശ്രദ്ധിക്കുന്നത്. അതെ ഈ ഹോൾഡ് ഹൗസിനെ പറ്റിയിട്ട് വേറെയും കുറേ രഹസ്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ അതെയോ എന്താ അതെന്നൊക്കെ ഇവൻ അങ്ങനെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്ന ടൈമിലാണ് ലൂസേഴ്സ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും തുടങ്ങിയെന്ന് ചോദിച്ചിട്ട് പാർക്കിൻ്റെ ആ ബുള്ളി ഗ്യാങ് അങ്ങോട്ട് എത്തുന്നത്. ഈ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് ഓസു ആണെങ്കിലോ ഇവളുടെ ഫ്രണ്ട്സിനോട്, അതായത് ഈ സ്പെക്സുകാരൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടു എന്നൊക്കെ പറയുന്നതും നമ്മുടെ സ്കൂളിൽ ബുള്ളിങ് നടക്കുന്നുണ്ടെന്നാ തോന്നുന്നതൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കൂളിലോ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഈ ഫ്രണ്ട്സിനോട് ഉണ്ട് നടക്കുന്നുണ്ട്, എനിക്ക് മെയിനായിട്ട് സംശയം ട്രാൻസ്ഫർ ആയി വന്ന സ്റ്റുഡൻറ്റിനെയാണ്, പക്ഷെ അവൻ്റെ മുഖം കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഭയങ്കര ഡൗട്ട് ആയല്ലോ എന്ന് പറയുമ്പോൾ ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നീ എന്തായാലും അവനെ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ബുള്ളിങ് നടക്കുന്നില്ല അത്രേ. ഇവർക്ക് ശരിക്കും കണ്ണു കാണാത്ത പ്രശ്നമാണ്. കാരണം കഫ്റ്റീരിയയിൽ എത്തുന്ന പാർക്കാണെങ്കിൽ ഈ സ്പെക്സുകാരൻ്റെ ഫുഡിൽ അങ്ങ് തുപ്പാണ് കേട്ടോ. അതിനുശേഷം അതെടുത്ത് കഴിക്കാൻ പറയുന്നതും പിള്ളേർ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ വീഡിയോ ഓഫാക്കാൻ ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഗതി കെട്ടത് കഴിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ കണ്ട് ദേഷ്യം വരുന്ന ഹീസു ആണെങ്കിൽ അത് കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് അവിടെ പറയുന്നതും ഇത് കേൾക്കുന്ന പാർക്കാണെങ്കിൽ ഹലോ എന്താ പറഞ്ഞ് കഴിക്കേണ്ട ആവശ്യമില്ലെന്നു, നീ ആരാടെന്നൊക്കെ അവിടെ ചോദിക്കുന്ന ടൈമിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടെന്ന് സ്പെക്സുകാരൻ പറയുമ്പോൾ ശരി പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞ് ഇവൻ കൺട്രോൾ ചെയ്ത് സോറി ഞാനൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോകാൻ നോക്കുമ്പോൾ പാർക്കാണെങ്കിലും ആ ഫുഡ് അങ്ങ് വലിച്ചെറിയാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന ഇവനെ ഇങ്ങനെ ചൊറിയുന്ന ടൈമിൽ നമ്മുടെ നായകൻ സ്വാഭാവികമായിട്ടും തിരിച്ചങ്ങ് മാന്തുന്നുണ്ട്. അതായത് നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നതും ഇത് കാണുന്ന എല്ലാവരുടെയും കിളി പോകുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന അനിയത്തിയും യനയൊക്കെ ഇത് കാണുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് ഒരുത്തനാണെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ
ടീച്ചറുടെ അടുത്തെത്തുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ ഹോസു അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. ഹീസു ആണെങ്കിൽ ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നു, ഇവിടെ വെച്ച് നിർത്തുന്നത് നല്ലത്, എന്നെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് പോകാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ വന്ന് ഇവൻ ഇങ്ങനെ ചൊറിയുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് അങ്ങോട്ട് ഹോസു എത്തുന്നതും നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിച്ച് അങ്ങ് ചൂടാകുന്നതും. ഇപ്പോൾ തന്നെ റൂമിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഇവരെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന ടൈമിൽ അനിയത്തിയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഗ്യാങ്ങിൽ തന്നെയുള്ളൊരു ബോയ് ആണെങ്കിൽ ഇതുവരെ ആരും പാർക്കിന് ഇടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എനെയാണെങ്കിൽ ആള് കൊള്ളാന്നാണ് അവിടെ പറയുന്നത്. പിന്നീട് ഇവർ ഒരുമിച്ച് ക്ലാസ്സിലിരിക്കുന്ന ടൈമിൽ ഈ പാർക്കാണെങ്കിൽ നിനക്ക് അറിയത്തില്ല ആരായിട്ടാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നതെന്ന്, ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന വൈസി ആണെങ്കിൽ ട്രാൻസ്ഫറായി വന്നിട്ടേ ഉള്ളൂ അപ്പോഴേക്കും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയെന്ന് പറഞ്ഞ് ഈ പാർക്കിനെ അങ്ങ് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ട് വരുന്ന ഹോസു ആണെങ്കിൽ പാർക്ക് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ വൈസി വന്ന് കൊണ്ടുപോയി എന്ന് പറയുന്ന ഇവനോട് ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്, എന്താ നടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല കേട്ടോ. ട്രാൻസ്ഫറായി വന്നില്ലേ ഉള്ളൂ അപ്പോഴേക്കും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയോ, നീ ആരാ, ഗുണ്ടയാണോ അതോ ബുള്ളിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നതും, അതെ നിങ്ങളിവിടെ നടക്കുന്ന കാര്യമൊന്നും കാണുന്നില്ലേ അതോ മനഃപൂർവ്വം കണ്ണടക്കിയാണോ, മിസ്സേ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് നിങ്ങളുടെ സ്റ്റുഡൻസിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പോയ പാർക്ക് അവൻ നല്ലൊരു നടനാണ്, നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇവൾക്ക് നന്നായിട്ട് ഹേർട്ട് ആകുന്നുണ്ട്. പിന്നീട് ഹീസു ഫുഡ് കഴിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സ്പെക്സുകാരനാണെങ്കിൽ ഫുഡ് ശരിക്കും ഞാൻ കാരണം കഴിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സോറി പറയുമ്പോൾ നീ എന്തിനാണ് അതിന് സോറി പറയുന്നതെന്ന് ഹീസു അവിടെ ചോദിക്കുന്നതും. പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഹീസു ആണെങ്കിൽ ഡ്രിങ്ക് ഇവന് ഷെയർ ചെയ്യുന്ന ടൈമിൽ സ്പെക്സുകാരൻ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഇതുവരെയായിട്ടും ഇവനൊരു ഫ്രണ്ട് പോലും ഇല്ലായിരുന്നല്ലോ. എന്തായാലും അന്ന് നൈറ്റിൽ ഹോസുന് കുടിക്കാൻ ഒരു കാരണം കൂടി കിട്ടിയിരിക്കുകയാണ്. അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് എന്തുമാത്രം കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ അതെ സംഭവം ഇത് നിൻ്റെ അമ്മയുടെ കടയൊക്കെയാണ്, പക്ഷേ കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ചൂടാകുന്നതും. എന്താ പുതിയ പ്രശ്നം എന്ന് ചോദിക്കുന്ന അമ്മയോട് ഇവൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ തന്നെ തിരഞ്ഞെടുത്ത വഴിയല്ലേ, അല്ല പണ്ടും ഇതുപോലൊരു കുട്ടി നിന്നെ എന്തോ ഒന്ന് പഠിപ്പിച്ചിരുന്നല്ലോ, ആ പെൺകുട്ടിയുടെ പേരെന്താ മിഞ്ചിനെന്നോ അങ്ങനെ എന്തോ അല്ലേ, അവൾക്ക് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതും പെട്ടെന്ന് ഇവളുടെ കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന മകളോട് അയ്യോടാ കണ്ണിൽ വെള്ളമൊക്കെ അങ്ങ് തുടച്ചേക്ക് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ഞാനൊരു ഫുൾ ടൈം അതായത് കോൺട്രാക്റ്റ് ബേസ് അല്ലാതെ ഒരു ഫുൾ ടൈം ടീച്ചർ ആകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതായത് ഇവൾക്ക് പാസ്റ്റിൽ ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നായിരിക്കണം എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓഫീസിലാണെങ്കിൽ സീനിയറും മറ്റും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഹ്യുന്നാണെങ്കിൽ ഈ ഹീസു സംഭവം പാവമൊക്കെയാണ്, പക്ഷേ കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ സീനിയർ ആണെങ്കിൽ നീ അങ്ങനെ കുറ്റം പറയൊന്നും വേണ്ട, അവൻ മിടുക്കനാണ്, അവൻ നന്നായി തന്നെ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഈ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് മുന്നേ പരിചയമുണ്ടല്ലേ, അല്ല എങ്ങനെയാണ് പരിചയം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ അങ്കിളാണെങ്കിൽ അങ്കിളെന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ശരിക്കും ബ്ലഡ് റിലേഷനുള്ള അങ്കിളല്ല എന്ന് തോന്നുന്നു. എന്തായാലും സീനിയർ ആണെങ്കിലും അവനിപ്പോൾ ഒരുപാട് വലുതായി, എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടവും ഇമോഷനൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ഇവരുടെ ഹയർ ഒഫീഷ്യൽസ് എത്തുന്നതും. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണല്ലേ, ഒരു വീഡിയോ കാണിച്ചു തരാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞു. അതായത് നേരത്തെ ഹീസു ഫൈറ്റ് നടക്കുന്ന ടൈമിൽ ഒരുത്തൻ സ്ട്രീമിങ്ങിന് പോയിരുന്നല്ലോ, അത് വീഡിയോ ആയിട്ടുണ്ടായിരിക്കും. ഞാൻ എന്താ വേണ്ടതെന്ന് ദേഷ്യത്തിലെ ഓഫീസർ ചോദിക്കുന്ന ടൈമിൽ ഹീസുവിനെ പറ്റി നല്ലത് പറഞ്ഞ് നാവ് വായിക്ക് എടുത്തതേ ഉള്ളൂ. അപ്പോൾ സ്റ്റാഫ് ആണെങ്കിൽ ബെസ്റ്റ് എന്ന് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പാർക്കാണെങ്കിൽ ഒരാളുടെ അടുത്തേക്ക് പോകുന്നതും അയാളാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇവനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ എന്തോ ഈ ബിസിനസ്സൊക്കെ ഇല്ലീഗലായിട്ട് നടത്തുന്ന ആളാണെന്ന് തോന്നുന്നു. എന്താ ഞാൻ ഇടപെടണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന പാർക്കിനോട് എന്തായി ഞാൻ പറഞ്ഞ IDs ഒക്കെ നീ കൊണ്ടുവന്നോ, അത് കൊണ്ടുപോയോ, ബാക്കി പൈസയുടെ കാര്യമൊക്കെ അപ്പം തീരുമാനിക്കാമെന്ന് പറയുന്നതും. അതായത് ഈ ഫേക്ക് ID എന്തുണ്ടാക്കുന്ന സെറ്റപ്പാണ് കേട്ടോ. നേരത്തെ ഇതേ പാർക്ക് തന്നെ സ്പെക്സുകാരനെ അടിക്കുന്ന ടൈമിൽ നിൻ്റെ അമ്മൂമ്മയുടെ ID കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചിരുന്നത് ഹീസു ശ്രദ്ധിച്ചിരുന്നു. ഹീസു ആണെങ്കിലും അങ്കിളിൻ്റെ കൂടെ ഈ ഹയർ ഒഫീഷ്യലിനെ കാണാൻ പോകുന്നതും ഗോൾഫ് കളിക്കുന്ന ആളാണെങ്കിൽ ഇവനോട് നന്നായി തന്നെ ചൂടാകുന്നുണ്ട്. നിനക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഇനി ഒരു കേസ് കൂടി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ മിഷൻ ക്യാൻസൽ ചെയ്യുന്നു മാത്രമല്ല നാഷണൽ ട്രഷർ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു ലെറ്റർ അങ്ങ് അടിച്ചു തരുമെന്ന് പറയുന്ന ഈ ഓഫീസറാണെങ്കിൽ അല്ല നീ നിൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്നിട്ടല്ലേ ഇവിടെ എത്തിയത്, നിനക്ക് വലിയൊരു പോലീസ് ഓഫീസർ ആകണം എന്നൊക്കെ ആയിരുന്നല്ലോ, നീ ഒരിക്കലും നിൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ സസ്പെൻഷനിൽ ഇരിക്കുന്നതാണോ ആൾ കാണേണ്ടത്, അതാണോ നിൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ എല്ലാ ദേഷ്യവും കൺട്രോൾ ചെയ്ത് തിരിച്ചു പോകുന്നതും. അപ്പോൾ അങ്കിളാണെങ്കിൽ അയാൾ എന്തിനപ്പോൾ ഇതൊക്കെ എടുത്തിട്ടെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ ഞാൻ പറഞ്ഞ
എന്തെങ്കിലും സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും. അതായത് ആ ഹോൾഡ് ഹൗസിൽ ഒരു ലോക്ക് ഇവൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഐറ്റം ആയിരിക്കും കേട്ടോ ഈ സീനിയർ ഇവന് കൊടുക്കുന്നത്. ഏത് ലോക്കും ഇത് വെച്ച് തുറക്കാൻ കഴിയുമെന്ന് പറയുന്ന സീനിയർ ആണെങ്കിൽ ഇന്നത്തോടു കൂടി ഈ മിഷൻ അവിടെ അവസാനിപ്പിക്കണം, എല്ലാം പാക്ക് ചെയ്യണം എന്ന് പറയുന്നതും. ഹീസു ആണെങ്കിലോ കാറിൽ പോകുമ്പോൾ ആലോചിക്കുന്നത് ഇവന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മെമ്മറീസ് ഒക്കെ ആയിരിക്കും കേട്ടോ. നേരത്തെ ഫോട്ടോയിൽ കാണിച്ചത് അപ്പോൾ ഇവന്റെ അച്ഛൻ തന്നെയാണ്. ഫാദേഴ്സ് ഡേയിൽ ഇവൻ അച്ഛന് ഒരു വാച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നതും അതിനുശേഷം അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും, അച്ഛന് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എങ്ങോട്ട് പോകുമ്പോൾ ഇവന്റെ ബർത്ത്ഡേ ആയിരിക്കും. അപ്പോൾ നേരത്തെ വരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും വരും എന്നൊക്കെ പറയുന്നതും, നേരത്തെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല എന്നൊക്കെ അന്നത്തെ കുട്ടി ഹീസു അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തിരിച്ചു പോകുന്ന അച്ഛൻ നോട്ട് പാഡ് എടുക്കാൻ മറക്കുമ്പോൾ ഇവനാണെങ്കിൽ അത് ഓർത്തെടുത്ത് കൊടുക്കുന്നുണ്ട്. അന്ന് പോയതാണ്, പിന്നീട് അച്ഛൻ വന്നിട്ടേ ഇല്ല കേട്ടോ. ഈ സീൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ പാർക്കാണെങ്കിൽ സ്പെക്സുകാരൻ്റെ വീട്ടിലെത്തുന്നതും അമ്മൂമ്മയോടാണെങ്കിൽ ഒരു സ്കോളർഷിപ്പിൻ്റെ കാര്യം സ്പെക്സുകാരൻ പറഞ്ഞില്ല അല്ലേ, അതിന് നിങ്ങളുടെ ഐഡിയ ആവശ്യമുണ്ടെന്ന് പറയുന്നതും. അതായത് നേരെ ചോദിച്ചിട്ട് ഈ സ്പെക്സുകാരൻ കൊണ്ടുവന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് നേരിട്ട് വന്നിട്ട് ഇങ്ങനൊരു ട്രിക്ക് അവിടെ പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ പാവം അമ്മൂമ്മയാണെങ്കിൽ അത് വിശ്വസിച്ച് ഐഡിയ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ പാർട്ട് ടൈം ജോലി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന സ്പെക്സുകാരനാണെങ്കിൽ ഹീസോ ഇങ്ങനെ മാസ്ക് ഒക്കെ ധരിച്ച് ഹോൾഡ് ഹൗസിലേക്ക് പോകുന്നതാണ് കാണുന്നത്. ഇവനെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പിന്നാലെ ഫോളോ ചെയ്ത് വരുന്നതും. എടാ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ ഇവിടെ നിന്ന് ഹീസുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണല്ലേ നീ ഹോൾഡ് ഹൗസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചത്, എനിക്ക് മനസ്സിലായി നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് നീ എന്ന് പറഞ്ഞ് ഈ സ്പെക്സുകാരൻ ചോദിക്കുന്ന ടൈമിൽ ഹീസു ആകെ പെട്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസം വരാതെ നീ ഇത് കാണാൻ വേണ്ടി വന്നതല്ലേ ഇത് ചോദിക്കുമ്പോൾ അതായിരുന്നു ശരിയാന്നൊക്കെ പറയുന്ന ഹീസു ആണെങ്കിൽ നീ പൊക്കോന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല ഞാനും വരാമെന്ന് പറഞ്ഞ് ഇവൻ്റെ പിന്നാലെ കൂടുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ രണ്ടുപേരും ഈ ടോർച്ചൊക്കെ അടിച്ച് ബേസ്മെൻറ്റിലേക്ക് എത്തുന്നതും അവിടെ മൊത്തം ഈ മാറാലിയും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ബേസ്മെൻറ്റിൽ ഒരു മ്യൂസിക് കേൾക്കുന്നുണ്ട്, ഒരു ശബ്ദം കേൾക്കുന്നില്ലേ നീ സ്പെക്സുകാരൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ പോയി നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു ചുറ്റികയുമായിട്ട് ഈ നിലത്തൊരാൾ ഇരുന്ന് ഇങ്ങനെ ഇടിക്കുന്നതാണ് കേട്ടോ. ഇവരെ കാണുന്ന ടൈമിൽ ചുറ്റിക ഇവരുടെ നേരെ വലിച്ചെറിയുന്നതും അവിടെ നിന്നും ഓടുന്നുണ്ട്. ഹീസു ആണെങ്കിലും ഇയാളെ ഫോളോ ചെയ്യുന്നതും, പക്ഷെ ജസ്റ്റ് ഇയാളെ ഒന്ന് മിസ്സാകുന്നുണ്ട്. പോയെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ഡോർ ഓപ്പൺ ആകുന്നതും അകത്തേക്ക് വന്നിട്ട് ആകെ വണ്ടടിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം സീനിയറെ വിളിച്ചിട്ട് ഈ മിഷൻ ഇന്നത്തോടെ ഒന്നും അവസാനിക്കത്തില്ല, കുറച്ച് സമയം എടുക്കുമെന്ന് പറയുമ്പോൾ നീ എന്തേ പറയുന്നതെന്ന് സീനിയർ അവിടെ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ അതെ ചെയർ വുമണും നമ്മളെപ്പോലെ ആ ഗോൾഡ് ബാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതും ഇവൻ കാണുന്നത് അവിടെ കുറേ പേപ്പർ കട്ടിങ്സും മറ്റും ആയിരിക്കും കേട്ടോ. ഇതേ ടൈമിൽ സ്പെക്സുകാരനാണെങ്കിലും നിലത്ത് വീണ് കിടക്കുന്ന ആ ചുറ്റിക എടുക്കുന്നതും ഹീസു ആണെങ്കിലും ഈ പേപ്പർ കട്ടിങ്സ് ഒക്കെ തന്നെ ഈ ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ സ്പെക്സുകാരനാണെങ്കിലും തറയിൽ 2-3 പലകകൾ ഇങ്ങനെ ഇളകി കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങോട്ട് വരുന്നതും അവിടെ എന്തോ കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഹീസു ആണെങ്കിലും എടാ നീ എന്താ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ ഡേഞ്ചറാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സ്പെക്സുകാരെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നതാണ് കാണുന്നത്. ദേ നോക്കി അപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളൊന്നും നുണയല്ല എന്ന് പറയുന്നതും ഹീസു നോക്കുന്ന ടൈമിൽ ഈ തറയിലായിട്ട് ഒരു സ്കെൽട്ടൻ, അതായത് ഒരു അസ്ഥിക്കൂടം കിടക്കുന്നതാണ് കാണുന്നത്. ഇവർ രണ്ടുപേരും ഷോക്കായി നിൽക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എക്സ്ട്രാ കട്ടിംഗ് ആയിട്ട് ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. അതായത് ഹീസു ഈ റൂമിൽ വന്ന് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അവിടെ ഒരു ഒളി ക്യാമറ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒളി ക്യാമറയിലൂടെ ഇതൊക്കെ ചെയർ വുമൺ കാണുന്നതും ഇയാൾ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ചെയർ വുമണിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാക്കി ഒരുപാട് എക്സൈറ്റ്മെന്റ് തന്നിട്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.